അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡ് വിട്ടിട്ട് കുറച്ച് കാലമാവുന്നു. ഏറ്റവും അധികം കാലമായത് പത്മിനിയാണ്. അതിനുശേഷം പല മേഖലകൾ പത്മിനി തോമസ് വിഹരിച്ചു. സീരിയൽ താരമായിരുന്നു, ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഈ കായിക ജീവിതത്തിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്നൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല. ട്രാക്കിൽ നിന്നും മെഡൽ മാത്രമല്ല, ഒരു കുടുംബജീവിതം കൂടെ കണ്ടെത്തിയ ആളാണ് തോമസ്. ഇവിടെ പറയാതെ അത് ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ ഞാൻ വന്നല്ലോ ക്യാമ്പിൽ. ആ സമയത്ത് ഇവിടെ ട്രിവാൻഡ്രത്തു നിന്ന് വന്നു. ജോൺ സെൽവന് പിന്നെ കുറച്ച് കഴിഞ്ഞു പല പല ക്യാമ്പുകളിലും മത്സരങ്ങളിലും ഒക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായി, കല്യാണം കഴിഞ്ഞു, മക്കളായി 2 പേരുണ്ട്. അവരും എല്ലാവരും ഞങ്ങൾ കായിക കുടുംബമാണ്. അവർ 2 പേരും മോള് 400 മീറ്ററിൽ തന്നെ നാഷണൽ റെക്കോർഡ്, ജൂനിയർ നാഷണൽ റെക്കോർഡ് ഹോൾഡറായിരുന്നു. മോൻ ഫെൻസിങ് ആണ്, ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ട്. അതാണ് ഫാമിലി ആയിട്ടുള്ളത്. എല്ലാവരും സ്പോർട്സുകാരാണ്. ഹസ്ബൻഡ് ലോങ് ഡിസ്റ്റൻസ് റണ്ണറായിരുന്നു, നാഷണൽ മെഡലിസ്റ്റാണ്. ഞങ്ങളെല്ലാവരും റെയിൽവേയിലാണ്, റെയിൽവേയിലും ഉണ്ട്. ഞാനും ഹസ്ബൻഡും മോളും റെയിൽവേയിലാണ്. പിന്നെ മോൻ മാത്രമേ സ്പൈസ് സ്റ്റേറ്റിൽ റെയിൽവേ കുടുംബം, റെയിൽവേ ആൻഡ് സ്പോർട്സ് കുടുംബമാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം സ്പോർട്സ് നിർത്തിയതിന് ശേഷം അന്നത്തെ സമയത്ത് പഴയ താരങ്ങളെ ഒന്നും ആരും ഒന്നിനും വിളിക്കാറില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇനി ഈ ലെവലിൽ വീണ്ടും ഒരു ഇത് വരണമെങ്കിൽ NIS പോകാൻ പറഞ്ഞു. അങ്ങനെ മോൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ NIS പോയി ഡിപ്ലോമ എടുത്ത് കോച്ചായത്. ഞാൻ ഏകദേശം 6 വർഷത്തോളം ഇന്ത്യൻ റെയിൽവേ വിന്നിംഗ് ടീമിൻ്റെ കോച്ചായിരുന്നു. നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ട് പോകണമെന്ന്. അതെൻ്റെ ഹസ്ബൻഡും എൻ്റെ അഭിപ്രായത്തോടെ എൻ്റെ എന്ത് കാര്യത്തിനും അദ്ദേഹം ഒരിക്കലും സീരിയൽ രംഗത്തേക്ക് അഭിനയിക്കുന്നത് TVയുടെ ഒക്കെ പ്രചാരം വരുമ്പോൾ സീരിയൽ കാണുമ്പോൾ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം. പണ്ടൊക്കെ സ്കൂളിൽ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 70 പരം സീരിയൽ, 70ഓളം സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ജോലിയും വെച്ചുകൊണ്ട് അതെ പിന്നെ ഒരു 8-9 സീനിൽ വന്ന് പോകുന്നതാണ്. കാര്യം ജോലിയുണ്ട്, അപ്പോൾ ഒരുപാട് സമയം നമുക്ക് പോകാൻ പറ്റത്തില്ല, ലീവിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു 2 വർഷമായതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാര്യം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയതുകൊണ്ട് കേരളം മൊത്തം നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നതുകൊണ്ട് അതിനൊരു അവധി കൊടുത്തേക്കുവാണ്. ഒരുമിച്ചായിട്ട് ഇപ്പോൾ ഞാനിവിടെ റെയിൽവേയിലെ ട്രിവാൻഡ്രം ഡിവിഷൻ്റെ റെയിൽവേയിലെ സ്പോർട്സ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡിവിഷനിൽ 10-70 ആക്റ്റീവ് സ്പോർട്സുകാരുണ്ട്. പല അക്വാട്ടിക്, സ്വിമ്മിങ്, അങ്ങനെ പല 70ഓളം കുട്ടികളുണ്ട്, നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുട്ടികൾ. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. തോമസ് ഇപ്പം കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. കേരളത്തിലെ സ്പോർട്സിനെ പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. ബീന അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് കോച്ചിങ് രംഗത്ത് കാണുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അത്ര കോച്ചിങ്ങിലോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. വെച്ചാൽ കുഞ്ഞുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വേറെ സ്പോർട്സ് ഫീൽഡല്ല, മെഡിക്കൽ സൈഡാണ്, ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകുന്നേരമാണ് എത്താറുള്ളത്. ഒരു 5-6 മണിയാകുമ്പോഴാണ്. അപ്പം കുഞ്ഞുങ്ങളായതുകൊണ്ട് 7 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ശരിക്കും ട്രെയിനിങ്ങിന് വേണ്ടി നമുക്ക് ഇറങ്ങാനായിട്ട് പ്രയാസമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ശരിക്കും സ്പോർട്സും കുടുംബജീവിതമായിട്ട് അങ്ങനെ പോകുമ്പോൾ കുറച്ച് പ്രയാസമാണ് കുഞ്ഞുങ്ങളായതുകൊണ്ട്. ട്രെയിനിങ് കൊടുക്കാന്ന് വെച്ചാൽ രാവിലെ നമ്മൾ 6:30 നമ്മൾ 6 o'clock നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കണം ട്രെയിനിങ് തുടങ്ങുന്നത്. അപ്പോഴത്തേനും പിന്നെ വൈകുന്നേരം അതേപോലെ 4:30 ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് എപ്പോഴും ഡിസിപ്ലിൻ ആയിരിക്കണം. അതായത് നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടായാൽ നമ്മുടെ ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾക്കും ഡിസിപ്ലിൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുവാണ്. ഇപ്പോൾ ബീനാമോളും വീണ്ടും കോച്ചിങ് രംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഏതായാലും 2 പേർക്കും. പക്ഷേ അവിടെ നിന്ന് വേറൊരു ഒളിമ്പ്യൻ വരുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ഇതുണ്ട്, മോന് നല്ല മിടുക്കനാണ്. ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആളിനെ പോകുന്ന സമയത്ത് കാണില്ല, എവിടെന്നെങ്കിലും ഒക്കെ പിടിച്ചോണ്ട് വരുന്ന ഒരു ഇത്. ഞാൻ ബീനമ്മളുടെ മോനിലും ഒരു ഒളിമ്പ്യനെ കാണുന്നുണ്ട്. അന്ന് രാജുപോൾ സാർ പ്രവചിച്ചതുപോലെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ പിള്ളേരെയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ വരും എന്നുള്ളത്. ഏതായാലും അവർ കണ്ടുകൊണ്ടുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത 2 പേർക്കും, ബീനാമോൾക്കും പത്നി തോമസിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.